എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഉച്ചക്കത്തെ ചോറും കറികളുമാണ്. ഷുഗറും കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലക്കറിയാണിത്, ഉലുവച്ചീര. ഇതാണ് ഇന്നത്തെ തോരൻ. ഒരു കടായിയിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തൊന്ന് വേവിച്ച ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പുളിയും പിഴിഞ്ഞൊഴിച്ച് തിളച്ച ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആവോലി മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച ശേഷം ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ ആവോലി മീൻ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള ആവോലി മീൻ കറി റെഡിയായി. ഇനി ഒരു കടായിയിലേക്ക് 2 സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തതാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചിക്കൻ പെരട്ടാണ്. ഇനി ഉലുവച്ചീര ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി ഉപ്പും മഞ്ഞളെല്ലാം എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ഇതിലേക്ക് 3-4 വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു കടായിയിലേക്ക് 5-6 ചെറിയുള്ളിയും വറ്റൽ മുളകും താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ഉലുവച്ചീര തോരൻ റെഡിയായി. അതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈയും പാനിലേക്ക് എണ്ണ ഒഴിച്ച് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഓർത്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഉണക്കലരി പായസം, മീൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, കക്കിരിക്ക പെരക്ക്, ഉലുവച്ചീര ഉപ്പേരി, സാമ്പാർ, മീൻ കറി, വഴുതനങ്ങ പയർ മെഴുക്ക് പുരട്ടി, ചോറ്.